നമ്മളെ വിശ്വാസത്തിൽ വന്നു കഴിയുമ്പോഴേ ഒരു കൂട്ടരാണ് അഭിഷേകത്തിൽ നിറയണം എന്നുള്ള ആഗ്രഹം ആരാധനയ്ക്ക് വന്നു കഴിയുമ്പോഴത്തേന് ആരാധിക്കണം. ഒരു കൂട്ടർക്കാണെങ്കിൽ അവരൊന്നും ആയി കഴിഞ്ഞ് പിന്നെ അവർ അതേൽ അങ്ങ് നിൽക്കുകയാണ്. അതായത് അതിലങ്ങ് തൃപ്തിപ്പെടുന്ന പോലെ ദൈവം നമ്മുടെ ആഗ്രഹത്തിന്റെ മീതെ ഒരിക്കലും പ്രവർത്തിക്കത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതുങ്ങൾക്ക് ആഗ്രഹവും ദാഹവും വിശപ്പും ഉണ്ട്, അമ്മ അതിനനുസരിച്ച് വിളമ്പി കൊടുക്കും അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും വേദപുസ്തകം പറയുന്നത് ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ, വിശ്വസിക്കുന്നതിന്റെ ഉള്ളിലും തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജല നദി ഒഴുകും. നിന്റെ വായു വിസ്താരത്തിൽ തുറക്കാം, ഞാൻ ഇതിനെ നിറയ്ക്കാം, ആത്മാവിൽ ദരിദ്രരായവരെ. അപ്പൊ ഒരു വ്യക്തിക്ക് എനിക്ക് വേണം, അങ്ങനെ പരിശുദ്ധാത്മാവ് ഉണ്ടോ, അങ്ങനെ ഒരു അഭിഷേകം ഉണ്ടോ, അങ്ങനെ ഒരു നിറവുണ്ടോ, അങ്ങനെ ആഗ്രഹിച്ചാൽ എന്തായാലും വചനം പറയുന്ന അവൻ ആത്മാവിനെ അളവ് കൂടാതെ അൺമെഷറബിളി തരാൻ ദൈവശക്തി. ഇതേ ഉള്ളൂ, ഡിപ്പെൻസ് അപ്പോൺ ദെയർ തേഷ്ടി. അവരുടെ ആ ദാഹവും വിശപ്പിനെ അനുസരിച്ചാണ് അത് വരുന്നത്. അല്ല ദൈവത്തിന് മുഖവശമില്ല.